എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും സന്തോഷമാണ് ഈ സമയത്ത്. കാരണം ഒരുപാട് വർഷത്തെ സൗഹൃദത്തിൻ്റെ ഒരു തിളക്കം കൂടിയാണ് ഈ മുഹൂർത്തം എന്ന് പറയുന്നത്. ഞാനും രാമചേട്ടനും തമ്മിൽ ദേവനറിയെന്നുള്ള അറിയില്ല. ഏതായാലും നമ്മൾ കളിക്കൂട്ടുകാർ ഇപ്പോൾ എല്ലാ നിറഞ്ഞ സദസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കേണ്ടായിരുന്നു. കാരണം അത് പണ്ടേ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ രാമചേട്ടൻ അത് അറിയില്ല. അപ്പോൾ ഈ കളിക്കൂട്ടുകാർ എന്ന് പറഞ്ഞ സിനിമ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് രാമചേട്ടൻ ആലോചിച്ചത്? കാരണം ഇപ്പോൾ താരപുത്രന്മാർ ഒരുപാട് പേരിപ്പം അഭിനയ രംഗത്തുണ്ട്. തീർച്ചയായിട്ടും ദേവൻ ചെറുപ്പകാലത്ത് ആനന്ദഭൈരവി, അതിശയനിലൊക്കെ പ്രധാന കഥാപാത്രം ചെയ്ത ആളാണ്. പക്ഷേ അതിനുശേഷം സിനിമയിൽ കണ്ടില്ലായിരുന്നു, കുറേ ഗ്യാപ്പ് വന്നു. അപ്പോൾ സിനിമ ഉപേക്ഷിച്ച് പോയി, പഠനമൊക്കെ ആയി വലിയ ജോലിയും കാര്യങ്ങളൊക്കെ ആവുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ രാമചേട്ടനറിയാലോ, ഈ നസീർ സാർ മുതൽ നിവിൻ പോളി വരെയുള്ളവരുടെ കൂടെ അഭിനയിച്ച് ഒരുപാട് തഴക്കവും പഴക്കവും ചെന്ന നടൻ മാത്രമല്ല, സംവിധായകനും കൂടിയാണ്. ഒരു പടം സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ 19 വയസ്സ് നിൽക്കുന്ന ദേവൻ ഇങ്ങനെയൊരു സിനിമ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദേവനെ വീണ്ടും സിനിമയിലേക്ക് കൊണ്ടുവരണമെന്ന് രാമേട്ടൻ എങ്ങനെ, എന്താണ് അത് തോന്നിയതിൻ്റെ കാരണം? അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടായത് എങ്ങനെയാണ്? ആനന്ദഭൈരവി, അതിശയൻ, ആ 2 പടം ദേവൻ 1-ാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു. അതായത് 6 വയസ്സ്. ആ സിനിമ യാദൃശ്യമായിട്ട് 2 പടവും വന്ന് ചേരുമായിരുന്നു. അപ്പോൾ അത് രണ്ടും നല്ല കഥാപാത്രങ്ങളായിരുന്നു. ആനന്ദഭൈരവി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലാസിക് മൂവി, അസല് പടമായിരുന്നു. അതിശയനാണെങ്കിൽ അന്ന് കമേഴ്ഷ്യലി ഭയങ്കര സക്സസ് ആയിട്ടുള്ളൊരു കമേഴ്ഷ്യൽ മൂവിയായിരുന്നു. അത് ഒരുപാട് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ 2 പടം കഴിഞ്ഞിട്ട് പിന്നെ പല പടങ്ങളും വന്നിരുന്നു, അന്വേഷിച്ച് പല കഥാപാത്രങ്ങളും വന്നു. അതെല്ലാം ഈ കഥാപാത്രങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുള്ള ക്വാളിറ്റി ഉള്ള കഥാപാത്രങ്ങൾ, ചില ഹീറോസിൻ്റെ ചെറുപ്പമായിട്ട് അതുപോലുള്ള വേഷങ്ങളൊക്കെ പലതും വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ ദേവനോട് പലതും പറയാറില്ല അതിനെപ്പറ്റിയൊന്നും. പിന്നെ ഞാൻ പറയാറുണ്ട്, പലരും കാണുമ്പോഴൊക്കെ ദേവൻ അന്ന് മുതൽ 1-ാം ക്ലാസ് മുതൽ ഒരു ചെറിയ കുട്ടിയായിരിക്കുക, കാണാൻ നല്ല കൗതുകമുള്ള കുട്ടി. അപ്പോൾ എല്ലാവരും ഇവനോട് ചോദിക്കുന്നത് ഇതാണ്, ഈ അടുത്ത പടം ഏതാണ്, ഇപ്പം എന്താ പടം ചെയ്യാത്തത്? അപ്പോൾ ആ ഒരു സ്പിരിറ്റിലായിരുന്നു, പടം കിട്ടിയാൽ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു അന്ന് മുതൽ ദേവൻ ഉണ്ടായിരുന്നു. ഒന്നും പലരും വിളിച്ചെങ്കിലും ഒക്കെ ഈ ബാലനടൻ എന്നുള്ള നിലയിൽ കവിഞ്ഞ് മറ്റേ രണ്ടിലും ഹീറോ മെയിൻ ക്യാരക്ടറായിരുന്നല്ലോ ചെയ്തിരുന്നത്. വലിയൊരു ഗ്യാപ്പായിരുന്നു. കുഴപ്പമില്ല, പഠിക്കല്ലേ. അതല്ലെങ്കിൽ ആ 2 പടം ചെയ്തതും പഠിത്തത്തിൻ്റെ ഗ്യാപ്പ്, അതായത് വെക്കേഷനിലായിരുന്നു. പഠിത്തം ഡിസ്റ്റർബ് ചെയ്തിട്ട് അഭിനയിക്കേണ്ടെന്ന് അന്ന് പോലെ ഇന്നും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും അല്ല, തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇപ്പോൾ രാമേട്ടൻ ഫോഴ്സായിട്ട് പിന്നെ ഇറക്കിയത് ആയിരിക്കില്ല. കാരണം ഫോഴ്സായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം അല്ലല്ലോ അത്. കാരണം ഗോകുലം ഗോപാലൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം വിനയൻ ഡയറക്റ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അത് വിനയൻ സാറൊക്കെ ഈ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ വെറുതെ തിരഞ്ഞെടുക്കില്ല. അതുപോലെ തന്നെ ജയരാജനും അതിനുശേഷം അതുപോലൊരു ക്യാരക്ടേഴ്സ് വന്നില്ലായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. പിന്നെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ എഴുതി. പിന്നെ അതിൻ്റെ ഇടയിൽ അവൻ ഭയങ്കരമായി തടിച്ചു. ഒരു 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അതെ ഭയങ്കരമായിട്ട് തടിച്ചു. അപ്പോൾ ആൾക്കാരെല്ലാവരും കളിയാക്കാൻ തുടങ്ങി, മന്ദാന്നൊക്കെ വിളിക്കാൻ തുടങ്ങി, പോത്തേന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾക്ക് ഇന്നൊരു ഇൻസ്പിറേഷൻ, ഇന്നൊരു ആവേശം ഉൾക്കൊണ്ടിട്ടാണ്. പക്ഷെ എല്ലാവർക്കും അത്ഭുതമുണ്ട്. പലരും പറയാറുണ്ട് ഈ ഫോട്ടോ, നമ്മുടെ ഈ ഇതൊക്കെ കണ്ടിട്ട് ആദ്യശയനാണോ ഇത് തോന്നും. പലരും എൻ്റെ അടുത്തും ചോദിക്കാറുണ്ട്, ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അന്ന് മുതൽ 1-ാം ക്ലാസ്സിൽ അതിനുശേഷം എന്നെ പലയിടത്തും വെച്ച് പലരും പരിചയപ്പെടുമ്പോൾ എൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആരും ചോദിക്കുക ദേവൻ എന്താ ചെയ്യുന്നത്, ഇപ്പോൾ അതിശയൻ എന്താ ചെയ്യുന്നത്, പിന്നെ അഭിനയിക്കുന്നില്ല എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എല്ലാവരും ദേവനോടും ചോദിക്കുന്നുണ്ട്. ദേവൻ്റെ മനസ്സിനകത്ത് അത് ഉണ്ടായിരിക്കാം. എൻ്റെ ആഗ്രഹം ദേവനൊരു എഞ്ചിനീയർ ആവണമെന്നുള്ളതായിരുന്നു. പക്ഷെ ദേവൻ എങ്ങനെയായിരുന്നു? ദേവന് താല്പര്യമില്ലായിരുന്നു. ദേവൻ എങ്ങനെയായിരുന്നു പറ? എനിക്ക് ചെറുപ്പത്തിൽ തന്നെ 2 പടത്തിലൊക്കെ അഭിനയിച്ചുകൊണ്ട് എനിക്ക് ആ ഒരു ഫീൽഡിനോട് ഭയങ്കര കൗതുകവും ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. 2 ഡയറക്ടേഴ്സും ഭയങ്കര അതെ ഓഫ്കോഴ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾക്കാരെന്നെ തിരിച്ചറിയുക, അവരെന്നെ ഒന്ന് ഉമ്മ വയ്ക്കുക, അവർക്ക് എന്നോടുള്ള സ്നേഹം. അപ്പോൾ എസ്പെഷ്യലി ഫിലിം ഫീൽഡ് എന്ന് പറയുമ്പോൾ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. നീ ഉമ്മ വയ്ക്കുന്നതിന് 50 പൈസ വെച്ച് വാങ്ങി ലക്ഷക്കണക്കിൽ ഉണ്ടാക്കാമായിരുന്നു. ഗേറ്റിൽ ടീച്ചർമാർ കാത്തിരിക്കും, അത് ഇവൻ ഒരു ഉമ്മ കൊടുത്ത് വിടണം. ഒരു എസ്പെഷ്യലി ഫോർ എൻ ആക്ടർ ഒരു വേറെ മറ്റൊരു ഫീൽഡിലും കിട്ടാത്തൊരു തരം സ്നേഹമാണ് നമുക്കൊരു ആക്ടേഴ്സിന് കിട്ടുന്നത്. എസ്പെഷ്യലി ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ് എനിക്ക്
എനിക്ക് അത്രയും ആൾക്കാർക്ക് എന്നെ അത്ര ഇഷ്ടമായിരുന്നു. കാരണം അതിശയനിലൊക്കെ അഭിനയിച്ചുകൊണ്ട് ആ ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അന്ന് എനിക്ക് ഫിലിമിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ 2 പടത്തിലൊക്കെ അഭിനയിച്ചതും കൊണ്ട് പിന്നെ എൻ്റെ അതിശയം എന്ന് പറഞ്ഞ പടം ഒരു സൂപ്പർ ഹീറോ മൂവി ആയതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനത്തെ പടങ്ങൾ കാണാൻ തുടങ്ങി. ഹിന്ദിയിലും എല്ലാത്തിനും ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്. സോ അപ്പോൾ ഞാൻ ഹോളിവുഡ് മൂവീസ് കാണുകയും അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ ഗ്രാജുവലി എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ഉണ്ടായത്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് വന്നപ്പോൾ ഞാൻ 12th കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഇത് തന്നെ പെർസ്യൂ ചെയ്യണം. സോ അതുകൊണ്ടാണ് ഞാൻ മുംബൈയിൽ തന്നെ BSc ഫിലിം മേക്കിങ്ങിന് ചേർന്നത്. മുംബൈയിലെ വിസ്ലിംഗ് ബസ് ഇന്റർനാഷണൽ സുഭാഷ് കൈയുടെ കോളേജാണത്. അണ്ടർ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. കോഴ്സ് കഴിയാറായില്ലേ ഇപ്പോൾ? കോഴ്സ് കഴിയാറായി, 1 വർഷം കൂടി. ഇത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിശയിപ്പിക്കുന്ന കുറേ മുഹൂർത്തങ്ങളായിട്ട് കളിക്കൂട്ടുകാരിപ്പം നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് ദേവൻ എന്താ തോന്നുന്നത്? സന്തോഷം. ഓഫ്കോഴ്സ് ഞാൻ ആദ്യമായിട്ട് തിരിച്ചു വരുമ്പോൾ ആദ്യമായിട്ട് തിരിച്ചു വരുമ്പോൾ തെറ്റല്ലേ? അതെ അതെ. സോ വീണ്ടും വരുമ്പോൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നു. അതേ അതിശയനിലൊക്കെ എനിക്ക് തന്ന അതേ സ്നേഹം തന്നെ എനിക്ക് വീണ്ടും തരിക എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചോദ്യം പേഴ്സണലായിട്ട് ചോദിക്കുകയാണ്. ഇപ്പം ദേവൻ തീർച്ചയായിട്ടും ഒരു വലിയൊരു സിനിമക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ചരിത്ര ആളുടെ മകനാണ്. ചെറുപ്പത്തിലാണെങ്കിൽ അഭിനയിച്ചത് ജയരാജിനെ പോലുള്ള ദേശീയ അവാർഡ് കിട്ടിയ ഡയറക്ടർ, വിനയനെ പോലെ വളരെ വളരെ ചിട്ടയോടുകൂടി സിനിമ കാണുന്ന ഒരു ഗൗരവമായിട്ട് കാണുന്ന. ഇത് രണ്ടും കഴിഞ്ഞ് ഗ്യാപ്പിന് ശേഷം തിരിച്ചു വരവ് എന്നെപ്പോലെ ഒരു സംവിധായകനെ കിട്ടിയപ്പോൾ അല്ല എന്താണ് എൻ്റെ ഒരു രീതിയും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഈ പുതിയ കാലത്ത് എന്തെങ്കിലും മടുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നിയോ? അല്ലെങ്കിൽ എൻ്റെ ഇടപെടലുകൾ അത് സഹായകമായിരുന്നോ? ഇല്ല, എനിക്ക് അവരായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര എന്നെ കെയർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ചെയ്തിരുന്നുവെങ്കിലും ബാബുങ്ങൾ എങ്ങനെയാ വെച്ചാൽ എനിക്ക് ഒരു സീൻ എങ്ങനെയൊക്കെ ചെയ്യാം എന്നെ പഠിപ്പിക്കാൻ കുറേ ശ്രമിച്ചിരുന്നു. യു ട്രൈഡ് എ ലോട്ട് ടു ടീച്ച് മീ. അപ്പോൾ എങ്ങനെയാണ് ഒരു സീൻ ചെയ്യേണ്ടത്, ഒരു സീൻ ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കും, ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കും. ബാബുങ്ങൾ തന്നെ എനിക്ക് അഭിനയിച്ച് കാണിച്ചു തരുമായിരുന്നു എങ്ങനെ ചെയ്യേണ്ടതെന്ന്. സോ ഫോർ എ ന്യൂ കമ്മർ ബാബുങ്ങളെ പോലെ ഒരു ഡയറക്ടർ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഭാഗ്യം തന്നെ. കാരണം ഇത്രയും പഠിപ്പിച്ചു തരാൻ വേറെ ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു രാമചേട്ടൻ്റെ ഇരുത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കടപ്പെട്ട ഇതാണ് രാമേട്ടനോട്. കാരണം രാമേട്ടനെ സംബന്ധിച്ചിടത്തോളം നിൻ്റെ അല്ലെങ്കിൽ മകൻ്റെ ഒരു പുതിയ ഒരു വരവ് നായകനായിട്ട് രാമേട്ടൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരെ സ്നേഹം കൊണ്ടും സൗഹാർദ്ദം കൊണ്ടും സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. കിട്ടുമായിരുന്നു, ചെയ്യിപ്പിക്കാമായിരുന്നു. എൻ്റെ ആ രീതികളൊക്കെ അറിയുന്നതുകൊണ്ടായിരിക്കാം, ഒരു പക്ഷേ കുറച്ചുകൂടെ സേഫായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും. എന്താണ് രാമേട്ടനത് പറയുന്നത്? അല്ല, എനിക്ക് ബാബുവിന് 10-25 കൊല്ലമായിട്ട് അറിയാവുന്നതല്ലേ. അപ്പോൾ യു ആർ എ വെരി ഗുഡ് ടെക്നീഷ്യൻ എന്നുള്ള ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പടം കുറവാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കേണ്ട ആളല്ലല്ലോ എന്ന് ഞാൻ പറയണ്ടേ ഇല്ലേ. അപ്പോൾ ഈ സബ്ജക്റ്റ് ഞാൻ തന്നെ എഴുതിയതായതുകൊണ്ട് ആ സബ്ജക്റ്റ് എങ്ങനെ പിക്ചറൈസ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതിനെ പറ്റി പൂർണ്ണമായൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സബ്ജക്റ്റ് ബാബു ചെയ്താലും വേറെ ഏത് പോപ്പുലറായിട്ട് ഉള്ളൊരു ഡയറക്ടർ ചെയ്താലും ഇന്ന ഫ്രെയിമിങ്ങിലാണ് വരുള്ളൂ. ഇന്ന ആ രീതിയിൽ ചെയ്യാൻ പറ്റും ബാബുവിനുള്ള എനിക്ക് വിശ്വാസം, ബാബുവിനുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. അല്ല, അത് തന്നെ നമ്മൾ ആ ചർച്ചയിലും നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഒന്നാമത് ആക്ടറും കൂടി ആയിരിക്കാമെന്നറിയില്ല. ചില ഈ നിൻ്റെ ആക്ഷൻ സീൻസൊക്കെ രാമേട്ടൻ അഭിനയിച്ച് കാണിക്കും. എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ വരണം എന്ന് ഒരുപാട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അറിയാലോ, നമ്മളിപ്പം സാധാരണ ഒരു തിരക്കഥാകൃത്തുകളൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടത്തിൻ്റെ പിറകിൽ ഓടും. പക്ഷെ രാമചേട്ടൻ ഒരിക്കലും ഈച്ചൻ്റെ എവരി ഷോട്ട് ഒരു സീൻ എടുക്കുമ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അതേപടി കോപ്പി ചെയ്യാന്നുള്ളതാണ് ശരി. അതേപടി കോപ്പി ചെയ്യാൻ നല്ല ഹെൽപ്പായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അത് കൂടുതൽ ദേവനും ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് രാമേട്ടൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ അതെ, സബ്ജക്റ്റ് നമ്മൾക്ക് ഒരു പെർഫെക്ഷനിലേക്ക് എത്തിക്കാനുള്ളതാണ് എല്ലാവരും ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി ഒരു കൂട്ടായ ശ്രമമാണ് സിനിമ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് ശരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ അച്ഛാ ഈ കളിക്കൂട്ടുകാരൻ്റെ സബ്ജക്റ്റ് അത് അച്ഛന് എന്തുകൊണ്ടാണ് എന്നെ വെച്ച് ചെയ്യാൻ തോന്നിയതും പിന്നെ എങ്ങനെയാണ് ഈ സബ്ജക്റ്റ് അച്ഛൻ്റെ മനസ്സിൽ വരികയും ചെയ്തത്? ഞാനൊരു എസ്റ്റാബ്ലിഷ് എഴുത്തുകാരനല്ലാന്നുള്ള അറിയാം. അപ്പം ഞാൻ ഈ കഥ എഴുത്തിനെ പറ്റി ചിന്തിക്കാൻ തന്നെ കാരണം
ദേവദാസ് ബോംബെയിൽ വിസ്ലിംഗ് ഗുഡ്സ് ഇൻ്റർനാഷണലിൽ ഫിലിം മേക്കിംഗ് ജോയിൻ ചെയ്ത മുതൽ എന്നോട് പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, അഭിനയിക്കുകയോ ഏതായാലും സിനിമയാണല്ലോ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഈ സെമസ്റ്റർ ബ്രേക്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ, എന്നാലും ഒരു സബ്ജക്റ്റ് കേട്ടൂടെ എന്ന് ചോദിച്ചു. പലരെയും ഞാൻ ദേവൻ്റെ അടുത്തേക്ക് വിടാറുണ്ട്. കുറേ കഥകൾ, 10-20ഓളം കഥകൾ ദേവൻ കേട്ട് കാണും. അപ്പോൾ അതൊന്നും ഓരോ കഥ കേട്ടിട്ടും ദേവൻ പറയും പോരാ, എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് തോന്നുന്നില്ല, അങ്ങനെ ഓരോ സബ്ജക്റ്റിനെ പറ്റി പറയും. അപ്പോൾ ഇവനൊരു നല്ല സബ്ജക്റ്റ് കിട്ടുക എന്നുള്ളൊരു ആവശ്യമാണല്ലോ എന്ന വിധത്തിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ കാലത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ കഥാപാത്രങ്ങളും കാര്യങ്ങളുണ്ട്. അതുപോലത്തെ ഒരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് മോഹിച്ചിരുന്ന കുറേ കഥാപാത്രങ്ങളുണ്ട്. ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ട്രാക്ക് മാറി വേറെ ഇൻഡസ്ട്രിയും ഒക്കെ തുടങ്ങേണ്ടി വന്ന് മാറിപ്പോയതാണ് ഞാൻ സിനിമയിൽ. കാരണം നമ്മൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു ക്യാരക്ടേഴ്സിന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു മടുപ്പ് തോന്നും. അത് നേരിട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. അത് ചെറിയ വേഷങ്ങളോ അല്ലെങ്കിൽ വില്ലൻ വേഷങ്ങളൊക്കെ കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യപ്പെടും. അതിൻ്റെ ഒരു എരയാണ് സത്യത്തിൽ ഞാൻ. അതുകൊണ്ടാണ് സിനിമയൊന്ന് മാറി ചിന്തിക്കാൻ ഞാൻ തീരുമാനിച്ചതും വേറെ ഇൻഡസ്ട്രീസിലേക്ക് തിരിഞ്ഞതും ഒക്കെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു സബ്ജക്റ്റ് കിട്ടാതെ എങ്ങനെയാണ്, ദേവൻ്റെ ഒരു ആഗ്രഹം സിനിമ അഭിനയിക്കലാണ്. അപ്പോൾ ഞാൻ യാദൃശ്യമായിട്ടൊരു ത്രെഡ് ദേവൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു സബ്ജക്റ്റ്. അപ്പോൾ അതിന് മുൻപ് ലാൽ ജോസിൻ്റെ അടുത്തും രഞ്ജിത്തിൻ്റെ അടുത്തുമൊക്കെ ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ദേവന് തോന്നി ഇത് വർക്കൗട്ട് ചെയ്താൽ നന്നായി വരുമല്ലോ അത് എന്ന് ദേവനൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാം. സമയത്തിൻ്റെ കുറവുണ്ടെങ്കിലും ഞാൻ അതിന് വേണ്ടി കുറേ സമയം മാറ്റി വെച്ച് ഒരു 1 ലൈൻ റെഡിയാക്കി ഒരു ഷേപ്പാക്കി ദേവനോട് പറഞ്ഞപ്പോൾ ദേവൻ ഭയങ്കര ഹാപ്പി. അപ്പോൾ അവനെ ഒരു കൊള്ളാവുന്ന ഡയറക്ടറെ കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശ്യമായിട്ട് നമ്മൾ രതീഷിൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ സമയത്ത് കോഴിക്കോട് വെച്ച് കാണുകയും ബാബു ഇപ്പോൾ ഫ്രീ ആണെന്ന് പറയും. അപ്പോൾ നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നത് ബാബുവിൻ്റെ ടെക്നിക്കലി ബാബു വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്, വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടറാണ്, എനിക്കറിയാം. അപ്പോൾ ബാബു ചെയ്താൽ നന്നായിരിക്കുമല്ലോ, എന്തിനാ വേറെ ആളെ തേടി പോകുന്നതെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് അതെ അങ്ങനെ ഇതിലൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ കഥ മനസ്സിൽ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ദേവനോട് ചോദിച്ചു, ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഗുണം കിട്ടും എന്നൊരു തോന്നലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്തു. അവൻ്റെ അതേ സെയിം ഏജിലുള്ള കഥാപാത്രം എന്ന് പറഞ്ഞാൽ 19 വയസ്സുള്ള ക്യാരക്ടർ. അതായത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന 6 പിള്ളേർ, അവർ LKG മുതൽ ഒരുമിച്ച് പഠിച്ച് ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. ആ സമയത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും അത് അവരെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും അറിയാലോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് അതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ഒരുപാട് ആഫ്റ്റർ 4 years എന്നൊരു പോർഷൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഒരുപാട് ഡെഡിക്കേഷൻ ഉള്ളൊരു ആർട്ടിസ്റ്റിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം 6-7 കിലോ വെയിറ്റ് വരണം. പക്ഷെ അത് ഞാൻ പറഞ്ഞപ്പോൾ ദേവൻ ഓക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു 100% വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹി പ്രൂവ്ഡ് ഇറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ ഗ്യാപ്പ് 4 മാസം ഗ്യാപ്പ് കൊടുക്കേണ്ടി വന്നു നമ്മൾ ആ രീതിയിൽ ശരീരം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. കാരണം സ്റ്റുഡൻറ്റിൽ നിന്ന് ഉള്ള ഒരു മാറ്റം ഉണ്ടല്ലോ, 4 വർഷത്തിന് ശേഷമുള്ള ഒരു മാറ്റം, അതും ഭയങ്കര ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള പോലീസ് ഓഫീസറായിട്ട് വരുന്നൊരു മാറ്റം അത് ഫീൽ ചെയ്യണം ശരിക്കും. എന്നാൽ മാത്രമേ ക്യാരക്ടർ നിൽക്കുള്ളൂ. മാത്രമല്ല ഈ സിനിമയിൽ എനിക്ക് കൂടുതൽ അതായത് ഇന്നത്തെ കാലത്ത് പറയേണ്ട ഒരുപാട് സോഷ്യൽ എലിമെൻറ്റ്സ് ഒരുപാടുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് വന്നിട്ടുമുണ്ട്. ഈ നമ്മുടെ ഈ പോക്സോ ആയാലും മറ്റ് ലഹരി ഇത് സംഭവങ്ങളൊക്കെ ആയാലും നന്നായിട്ട് അത്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് നമ്മളൊന്നും പഠിച്ചിരുന്ന കാലത്ത് വിധത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. അതുണ്ടാക്കുന്ന പഴയ ആൾക്കാർക്ക് പലതും ദഹിക്കില്ല. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ. പിന്നെ പറഞ്ഞു ഈ ഡ്രഗ്സിൻ്റെ കാര്യം പറഞ്ഞില്ല, ഡ്രഗ്സ് പോക്സോ പോലുള്ള നിയമങ്ങളൊക്കെ വയലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. വയലേറ്റ് ചെയ്യാൻ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നല്ല സതുദ്ദേശത്തോട് കൂടിയിട്ടാണ്. പക്ഷെ പലപ്പോഴും പലരും മുതലെടുപ്പിന് ഉപയോഗിക്കുന്നു, മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ജനങ്ങൾക്ക് കിട്ടാതെ വരുന്നു പലപ്പോഴും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. എന്തായാലും തിരിച്ചുവരവല്ല, നായകനായിട്ടുള്ളൊരു രംഗപ്രവേശം ഒരു നല്ല കഥാപാത്രത്തിലൂടെ നല്ലൊരു സംഭവത്തോടു കൂടി നല്ലൊരു മെസ്സേജ് ഉള്ളൊരു സിനിമയിലൂടെ വരുന്നതൊക്കെ നന്നായി. കളിക്കൂട്ടുകാർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചാണ്. പക്ഷെ അങ്ങനെയല്ല, അത് ചെറുപ്പം മുതലേ അവർ ഒരുമിച്ച് കളിക്കൂട്ടുകാരെ ഇപ്പോഴും അവർ കളിക്കൂട്ടുകാരാണ്. എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്തും അവർ കൂട്ടുകാരാണ്. അതാണ് ദേവന്റെ കൂടെ അഭിനയിക്കുന്നവരൊക്കെ നല്ല സപ്പോർട്ട്. അതെ. എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരാൾ ആൽവിൻ
നമ്മൾ കളിക്കൂട്ടുകാർ എന്ന് പറയുമ്പോൾ ശരിക്കും അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം സ്ക്രീനിലും അതായത് ഫ്രണ്ട്ഷിപ്പാണ് സ്ക്രീനിലേക്ക് വന്നത്. അപ്പോൾ അച്ഛൻ എന്നെ 6 വയസ്സിൽ ഞാൻ അതിശനെ അഭിനയിക്കുമ്പോഴും അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കളിക്കൂട്ടുകാർ ചെയ്യുമ്പോഴും അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ അഭിനയം അച്ഛൻ ഏറ്റവും ആദ്യം കണ്ടതും ഇപ്പോഴും കാണുന്നത് അച്ഛനാണ്. അപ്പോൾ അച്ഛൻ ആ ഡിഫറൻസ് എന്താണ് തോന്നുന്നത്? അച്ഛൻ എന്ത് ഡിഫറൻസാണ് അച്ഛൻ കാണുന്നത്? അന്ന് ആദ്യം അഭിനയം സ്റ്റാർട്ട് ചെയ്ത അതിശയനായിരുന്നു. അതിശയൻ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ആനന്ദഭൈരവി ഷൂട്ട് തുടങ്ങിയത്. പക്ഷേ ആനന്ദഭൈരവിയാണ് ആദ്യം റിലീസ് ചെയ്തത്. കാരണം അതിശയനിൽ കുറേ കൂടുതൽ ഗ്രാഫിക്സുകളുണ്ട്. അതിൻ്റെ ഗ്രാഫിക്സ് വർക്ക് തീരാൻ ഏതാണ്ട് 4-5 മാസത്തോളം എടുത്തു. അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം അതിശയനിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ദേവൻ പറഞ്ഞു, എനിക്കതിനെ അഭിനയിക്കാനൊന്നും അറിയില്ലല്ലോ എന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നീ അഭിനയിക്കണ്ട, അനുസരിച്ചാൽ മതി. ഡയറക്ടർ വിനയനങ്ങൾ പറയുന്നത് അതനുസരിക്കുക, അത്രേ വേണ്ടു തൽക്കാലം. അതെ, അഭിനയം അറിയില്ല, അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നതൊന്നും ആവശ്യമില്ല. അപ്പോൾ സത്യത്തിൽ ഡയറക്ടർക്കും ചിലപ്പോൾ സംശയം ഉണ്ടായിരിക്കാം അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കുന്നുള്ളത്. ഫസ്റ്റ് ഡേ തന്നെ അഭിനയിപ്പിച്ചു തുടങ്ങിയപ്പോൾ വളരെ ഫ്രണ്ട്ലിയായിരുന്നു. അത് ആദ്യം ഗോകുലം പാർക്കിൽ വെച്ചിട്ട് ദേവനെ വരുത്തി കണ്ടപ്പോൾ തന്നെ കയറി മടി കയറി എന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയായിരുന്നു. അപ്പോൾ ആ ഒരു വളരെ ഫ്രണ്ട്ലി മൂഡായിരുന്നു തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അഭിനയിക്കുമ്പോൾ ഒരു 2-3 ഷോട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വിനയൻ പറഞ്ഞു, ട്രാക്കിൽ വീണു കേട്ടോ, ഇനി കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്നായിരുന്നു ട്രാക്കിൽ വീണ്. അത് പറഞ്ഞാൽ അനുസരിക്കും, അത്രേ ഉള്ളൂ. അപ്പം അന്ന് ഒരു അനുസരണമുള്ളൊരു കുട്ടി. അതിന് ഉടനെ തന്നെയായിരുന്നു ആനന്ദപേരി. അത് പിന്നെ ഒരു വളരെ എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റിനെ പോലെയാണ് പിന്നെ അതിൽ കയറിയിട്ട് അഭിനയിക്കാൻ തുടങ്ങിയത്. അതെ, അത് കുറേ കൂടെ ഈ ആനന്ദഭൈരവി വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. അത് വളരെ മനോഹരമായിട്ട് ദേവൻ ചെയ്തിട്ടുണ്ട്. അത് ജയരാജനും എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്ത സംഭവമായിരുന്നു. ത്രൂ ഔട്ട് ആ പടത്തിനകത്ത് ആകെ 72 സീനാണ്. അതിനകത്ത് 65 സീനിലും ദേവനുണ്ട്. അത്രയും നിറഞ്ഞു നിൽക്കുന്നൊരു ക്യാരക്ടറായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അഭിനയിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയ കുട്ടികളി മാറി. ഇപ്പം നൗ ഈസ് എ ഫിലിം സ്റ്റുഡൻറ്റ്. സീരിയസ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ ഫിലിം മേക്കിംഗ് 4th സെമ്മിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ചെയ്യാൻ തീരുമാനിച്ചു എന്ന് മാത്രം. ഇപ്പോൾ പിന്നെ ദേവൻ സിനിമ തീരുമാനിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം എന്ന് കരുതി. രാമചേട്ടൻ ഒരുപാട് സിനിമയിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തതാണ്. പക്ഷെ ഒരേ ടൈപ്പ് ആയി പോയതുകൊണ്ടുള്ളൊരു വിഷമം കണ്ടോ എന്തോന്നറിയില്ല, അതിന് പിൻവാങ്ങി. പക്ഷേ മകന് ഇത്രയും നല്ല ഒരു കഥാപാത്രമായിട്ട് രംഗപ്രവേശനം ചെയ്യുമ്പോൾ അതിശയൻ ദേവദാസ് എന്ന ഈ വലിയ നടനോട് ഈ മകനോട് എങ്ങനെ കാണുന്നു? എന്നെപ്പറ്റി ആദ്യം പറഞ്ഞ കറക്റ്റാണ്. ഞാൻ ഒരുപാട് ചെറിയ വേഷങ്ങൾ ചെയ്യേണ്ടി വന്നു പോയതാണ്. കാരണം അന്നൊക്കെ ആദ്യം ഞാൻ ചെയ്തത് ഓർമ്മയ്ക്കായാലായിരുന്നു. അതിനുശേഷം മോർച്ചറി ചെയ്തു, അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തു. പക്ഷെ പിന്നെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടും അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെ ചെറിയ വേഷങ്ങൾ ചില പടങ്ങളിൽ ചെയ്തു, വില്ലൻ വേഷങ്ങളിലൊക്കെ. അന്നൊക്കെ വില്ലൻ വേഷങ്ങൾ എന്ന് പറഞ്ഞാൽ വില്ലൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോയ്ക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ഇടി വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയാണല്ലോ അന്നൊക്കെ. അങ്ങനെ 2-3 പടം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരിക്കലും അയാൾക്കൊരു വേറൊരു ട്രാക്കിലേക്ക്, നല്ലൊരു ട്രാക്കിലേക്ക് നല്ല വേഷങ്ങൾ തരാനാരും മനസ്സ് കാണിക്കാത്തൊരു കാലമായിരുന്നു. അതുകൊണ്ട് ഒരുപാട് മനപ്രയാസവും നിരാശയൊക്കെ, അതായത് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഒന്നും നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അമ്മാര് ക്യാരക്ടേഴ്സായിരുന്നു വന്നിരുന്നത്. അതിന്ന് വിട്ട് നല്ലൊരു വേഷം കിട്ടാൻ ഒരുപാട് മോഹിച്ചിട്ടുണ്ട് ഞാൻ. ഒരുപാട് ക്യാരക്ടേഴ്സ് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അവതരിപ്പിക്കാനോ ഒരു അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് മാറിപ്പോയതും വേറെ ദുബായി പോയതും അങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ മാറിപ്പോയതും. കാരണം സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര സേഫ് അല്ല എന്നെനിക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ ദേവൻ 2 പടം നല്ല ക്യാരക്ടേഴ്സ്, നല്ല 2 ഡയറക്ടേഴ്സിൻ്റെ കൂടെ വളരെ പേരും പ്രശസ്തിയും കിട്ടി, പോപ്പുലാരിറ്റി കിട്ടി. ഇപ്പോൾ വലുതായി വന്നപ്പോൾ ഇപ്പോൾ സിനിമ അവൻ തിരഞ്ഞെടുത്തോടു കൂടിയിട്ട് ദേവനെ സംബന്ധിച്ചിടത്തോളം സിനിമയാണ് കരിയറെന്ന് തീരുമാനിച്ചു. കേരളത്തിലോ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ എവിടെയായാലും. അപ്പം അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ എനിക്ക് നടക്കാതെ പോയ സ്വപ്നങ്ങളുണ്ട്. അത് ചിലപ്പോൾ ദേവനിലൂടെ നേടാൻ പറ്റും എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നു.
ഏതായാലും ദേവദാസിൻ്റെ ചലച്ചിത്ര പഠനം ഈ വർഷത്തോടു കൂടി കഴിയുന്നല്ലേ പറഞ്ഞേ. അപ്പം ഏതായാലും ഇപ്പോൾ നായകനായി രംഗപ്രവേശം ചെയ്തു. മിക്ക താരങ്ങളുടെ പുത്രന്മാരും സിനിമയിൽ കുറച്ചും കൂടി ഷൈൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പ് കാണാറില്ല, പല രീതിയിലൊക്കെ പോകുന്നുണ്ട്. ദേവദാസിന് ഞാൻ ചോദിക്കുകയാണ്, ഫിലിം മേക്കിംഗ് പഠിക്കുമ്പോൾ, ഫിലിം മേക്കിംഗ് എന്ന് പറയുമ്പോൾ സിനിമയുടെ എല്ലാ മേഖലകളെക്കുറിച്ചും പഠിക്കുകയാണല്ലോ. ഇപ്പോൾ അഭിനയിച്ചു, നായകനായി, ഇനിയിപ്പോൾ സംവിധാനത്തിലേക്ക് വല്ല അല്ല അങ്ങനെ വല്ല സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ വിനയൻ ചേട്ടനെ പോലെ ജയരാജിനെ പോലെയുള്ള വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ കുഞ്ഞുനാളിൽ വന്നതുകൊണ്ട് ഏകദേശം സെറ്റിലും ഡയറക്ഷൻ്റെ ഇതിലൊക്കെ ഏകദേശം ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ വല്ല പ്ലാനും മനസ്സിലുണ്ടോ സംവിധായകനാകണം എന്നുള്ള? ആദ്യം തന്നെ എനിക്ക് ആർക്കും പാരയാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എനിക്കും അതെ അങ്കിൾ, എനിക്കും ആഗ്രഹമുണ്ട് ഒരു ബിഹൈൻഡ് ദ സീൻസ് വർക്ക് ചെയ്യുക. ഒരു പടത്തിന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി വേറെ തന്നെയാണ്. നമ്മുടെ മനസ്സിലുള്ള വ്യൂ അത് പുറത്തേക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരിക, ആൾക്കാരെ കാണിക്കുക, നമ്മുടെ മനസ്സിലുള്ള ഒരു കഥ ആൾക്കാരെ കാണിക്കുക, അതൊരു വേറൊരു ഫീലിംഗ് തന്നെ. നമുക്ക് വരുന്ന ഒരു ക്രിയേറ്റീവ് ലിബർട്ടി, ഐ മീൻ ആക്ച്വലി സ്ക്രിപ്റ്റ് റൈറ്റർ എന്താ ദൈവമാണ്, ആൾ എഴുതുന്നതാണ് ആ പടത്തിലുണ്ടാവുക, ദൈവം പോലെയാണ് ആ പടത്തിന്. സോ അഫ്കോഴ്സ് എനിക്കത് കുറേ ഇതുപോലെ ഹോളിവുഡ് മൂവീസ് എല്ലാം കാണുമ്പോൾ എനിക്ക് അതുപോലെ ഒരെണ്ണം ചെയ്യണം. പിന്നെ ചില മൂവീസ് കാണുമ്പോൾ ചില ഐഡിയാസ് തോന്നും ഇതുപോലെ ചെയ്യണം. അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ആദ്യം തന്നെ എനിക്ക് ആക്ടിങ്ങിലൊരു നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് വൈ നോട്ട് എനിക്കും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇത് പറയുമ്പോഴാണ് രാമട്ടാ, ഒരു സീൻ എടുത്തോണ്ടിരിക്കുമ്പോഴേ ഞാൻ ഇതിൻ്റെ ഒരു വൈകാരികമായി ഇവൻ പ്രതികരിക്കേണ്ട ഒരു സീൻ എടുത്തപ്പോൾ ഞാനത് ഇവൻ പറഞ്ഞില്ല കാണിച്ചു കൊടുക്കാറുണ്ടെന്ന്. ഞാൻ അത്ര കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ അങ്കിളെ അത്ര വേണം കുറച്ച് അപ്പോൾ നീ ചെയ്തു അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നത്, സംവിധാനം അല്ലെങ്കിൽ പിന്നണിയിൽ നിൽക്കണം, സംവിധാനം ഒരു ക്രിയേറ്റർ ആവണം, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആവണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എവിടെയോ ദേവൻ ഏതോ ഒരു മാഗസിനിൽ കൊടുത്ത ഇൻ്റർവ്യൂവിൽ കൊടുത്തൊരു സംഭവമുണ്ട്, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഡയറക്ടറാണ്, പക്ഷെ വേറെ എന്തോന്നും കൂടെ പറഞ്ഞില്ല. എന്തോ പക്ഷെ ആ ഷിപ്പിന്റെ ഓണർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു ക്യാപ്റ്റൻ പോലെ മൂവിനെ ഡയറക്റ്റ് ചെയ്യും. ഏത് ഒരു ഷിപ്പിനെ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ ഷിപ്പിനെ ഡയറക്റ്റ് ചെയ്യുന്ന പോലെ മൂവിനെ ഡയറക്റ്റ് ചെയ്യും. പക്ഷെ അഫ്കോഴ്സ് ഒരു ഡയറക്ടർ, ഒരു ക്യാപ്റ്റൻ ഇല്ലെങ്കിലും ഷിപ്പ് പോവില്ല, ഒരു ഓണർ ഇല്ലെങ്കിലും ഷിപ്പ് ഉണ്ടാവില്ല. സോ അപ്പോൾ രണ്ടാൾക്കും അവരുടേതായ ഒരു റോളുണ്ട്. സോ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അയാൾക്കും എല്ലാം അറിഞ്ഞിരിക്കണം. കാരണം ഡയറക്ഷനെ പറ്റിയോ ഒന്നും അറിയാത്ത ഒരാൾ പ്രൊഡ്യൂസറായിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ സ്പെഷ്യലൈസേഷൻ പ്രൊഡ്യൂസിങ് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ദേവാമൃതം സിനിമ ഹൗസിൻ്റെ ബാനറിൽ ഒരുപാട് നല്ല നല്ല സിനിമകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. കാരണം വെറുതെ കാശുണ്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലുപരിയായിട്ട് സിനിമയുടെ എല്ലാ വശങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ഇങ്ങനെ ആയിരിക്കണം ഈ ബാനറിൽ നിന്ന് വരുന്ന സിനിമ. പണ്ട് നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിൻ്റെ ഉദയ, പല ബാനർ നിലനിന്ന് വന്ന ഒരുപാട് ബാനറിൽ നിന്ന് വരുന്ന സിനിമകളെക്കുറിച്ച് ഒരു പ്രേക്ഷകന്, കാണികൾക്കൊരു ഇതുണ്ടാവാറുണ്ട്. അതുപോലെ ദേവാമൃതം സിനിമ ഹൗസിൻ്റെ ബാനറിൽ നിന്ന് വരുന്ന ചിത്രങ്ങൾക്ക്, നന്മയുള്ള ചിത്രങ്ങൾ, നല്ല സന്ദേശവും സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം. അങ്ങനെ അതിൻ്റെ പിറകിൽ വലിയൊരു സാരഥിയായി ദേവദാസ് മാറാൻ, അതിശയിപ്പിക്കുന്ന ഒരു സാരഥിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.